ഇത് മേക്കളപ്പാറ. വിസ്തൃതിയിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ വാർഡ്. അതിർത്തിയുടെ സിംഹഭാഗവും ഫോറസ്റ്റുമായി പങ്കിടുന്ന ഒട്ടനവധി ഗോത്രഗിരി വർഗ വീടുകളും നഗറുകളും ഉൾക്കൊള്ളുന്ന ബൃഹത്തായ 3-ാം വാർഡ്. 2025-ൽ 10ാമത് ഭരണസമിതി കാലാവധി പൂർത്തിയാകുമ്പോൾ കോട്ടോപ്പാടത്തിന്റെ ഗതകാല രാഷ്ട്രീയ ഭൂമികയിൽ നിസ്തുലമായ സംഭാവനകൾ ഈ വാർഡിൻ്റെതായിട്ടുണ്ട്. 3-ാം വാർഡിൽ സ്ഥിരതാമസക്കാരനായിരുന്ന മലയാളത്തിന്റെ മഹാകവി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് കൂടിയായിരുന്നു. ഒരു കാലത്ത് പഞ്ചായത്തിന്റെ സജീവ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായ ഒളപ്പമണ്ണ മന പൈതൃക ഗരിമയോടെ ഇന്നും വാർഡിൽ സ്ഥിതി ചെയ്യുന്നു. 9 ഭരണസമിതികൾ വ്യത്യസ്ത കാലയളവിൽ വിവിധ ജനപ്രതിനിധികളിലൂടെ വാർഡിന്റെ വികസന പുരോപ്രയാണത്തിൽ അവരുടേതായ സംഭാവനകളെ കൊണ്ട് ധന്യമാക്കിയപ്പോൾ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ വാർഡിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രൂപത്തിലുള്ള അതിദ്രുതഗതിയിലുള്ള വികസനമാണ് സാധ്യമായത്. പതിറ്റാണ്ടുകളായി അന്യധീനപ്പെട്ട് കിടന്ന കാരക്കാട് മിച്ചഭൂമി റവന്യൂ വകുപ്പിന്റെ നിയമക്കുരുക്കുകളോട് അവിശ്രാന്ത പരിശ്രമം നടത്തി നേടിയെടുത്തതും ഫോറസ്റ്റിന്റെ ഇരുവശത്തായി അപൂർണമായി അവസാനിച്ച മേക്കളപ്പാറ പൊതുവപ്പാടം റോഡ് വനഭൂമിയിലൂടെ കൂട്ടിയോജിപ്പിച്ച് ഗതാഗത യോഗ്യമാക്കിയതടക്കം അസാധ്യമെന്ന് മുദ്രകുത്തി മാറ്റിവെക്കപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ സാധ്യമാക്കിയത് നിലവിലെ മെമ്പറുടെ സുദൃഢമായ ഇച്ഛാശക്തിയുടെ മകുടോദാഹരണങ്ങളിൽ ചിലതാണ്. മേക്കളപ്പാറ 3-ാം വാർഡിലെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ. മൈലാമ്പാടം പുതുവപ്പാടം ST നഗർ റോഡ് ബഹുമാന്യനായ VK ശ്രീകണ്ഠൻ MP-യുടെ PMGSY പദ്ധതിയിലൂടെ 4 കോടിയിലധികം രൂപ അനുവദിച്ച് പ്രവൃത്തി പൂർത്തിയാക്കി. പുതുവപ്പാടം മരുതുംകാട് ST നഗർ റോഡ് 30 ലക്ഷം രൂപ വകയിരുത്തി MP ഫണ്ടിൽ നിന്നും ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിച്ചു. പട്ടം തൊടിക്കുന്ന പുതുവപ്പാടം റോഡ് ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ അവർകളുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. 4 ഹൈമാസ്റ്റ് ലൈറ്റുകൾ വാർഡിലേക്ക് ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ അവർകളുടെ നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുവപ്പാടം മേക്കളപ്പാറ ക്രിസ്തുരാജ് ചർച്ച് കണ്ടമംഗലം സെന്റർ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചു. 6 മിനിമാസ്റ്റ് ലൈറ്റുകൾ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡിലെ പട്ടം തൊടിക്കുന്ന് കണ്ടമംഗലം ST നഗറുകളായ വെളുങ്കോട് ഒലിപ്പാറ മേക്കളപ്പാറ കാരക്കാട് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചു. കാരക്കാട് ST അംഗൻവാടി സ്ഥലം 24 സെന്റ് മിച്ചഭൂമി ICDSന് കളക്ടർ മുഖേന പതിച്ചു നൽകി. നിർദ്ദിഷ്ട മേക്കളപ്പാറ പൊതുവപ്പാടം അംഗൻവാടി കെട്ടിടം 15 ലക്ഷം രൂപ TSP പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായ മേക്കളപ്പാറ വാർഡിൽ ആദ്യമായി ജനപ്രതിനിധികളുടെ ഇടപെടലുകളിലൂടെ 6 കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിങ് ഫെൻസിംഗ് സംവിധാനം സ്ഥാപിക്കുവാൻ സാധിച്ചു. നമസ്കാരം, ഞാൻ സൈലന്റ് വാലി റേഞ്ചിലെ സ്റ്റാഫാണ്. രമേശാണ് എൻ്റെ പേര്, ഫീൽഡ് അസിസ്റ്റൻ്റാണ്. നമ്മൾ ഇപ്പോൾ ഈ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു 2.5 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഹാങ്ങിങ് ഫെൻസിങ് ഇട്ടത്. അതിന് മുന്നേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വന്യജീവികളെ കൊണ്ട് ഭയങ്കര പ്രശ്നം തന്നെയാണ്. ആന ഇറങ്ങണവും നാട്ടുകാരായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആദ്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ താന്നിക്കുഴി മുതൽ 30 ഏക്കർ വരെയാണ് ഇട്ടുണ്ടായിരുന്നത്. അത് നല്ല വിജയമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോട്ടോപ്പാടം പഞ്ചായത്ത് മണ്ണാർക്കാട് ഡിവിഷൻ്റെ രീതിയിൽ 2 പേരും ചേർന്നിട്ട് സംയുക്തമായിട്ട് ഇപ്പോൾ ഏകദേശം അമ്പലപ്പാറ മുതൽ നമുക്ക് പുതുവപ്പാടം മൗലാന വരെ ഒരു 13 കിലോമീറ്ററോളം ഇതിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വൻ വിജയം തന്നെയാണ്. ഇപ്പോൾ ആനകൾ ഇറങ്ങുന്നതൊക്കെ ഭയങ്കര കുറവായി തന്നെയാണ്. ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കോട്ടോപ്പാടം പഞ്ചായത്തിലുള്ള ആളുകളാണ്. അവർ വാച്ചർമാരെ വെച്ച് ഈ ആന തള്ളുന്നതോ അല്ലെങ്കിൽ കാറ്റത്ത് മരം പൊട്ടി വീഴുന്നതൊക്കെ മാറ്റുന്നതൊക്കെ അവരുടെ വാച്ചർമാരെ വെച്ചിട്ടുള്ള ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള മെയിൻ്റനൻസ് കാര്യങ്ങൾ മണ്ണാർക്കാട് ഡിവിഷനിലെ തിരുവിതാംകൂർ സ്റ്റാഫുകൾ ചെയ്യുന്നത്. പിന്നെ സൈലന്റ് വാലി സ്റ്റാഫുകളും സംയുക്തമായിട്ട് ചേർത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുമായിട്ട് ഈ ആന പ്രശ്നവും കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്കും കുറച്ച് വിഷമമില്ലാത്ത രീതിയിൽ പോണത് ഈ ഹാങ്ങിങ് ഫെൻസിങ് വന്നുകൊണ്ട് തന്നെയാണ്. മേക്കളപ്പാറ അംഗൻവാടിയുടെ കെട്ടിട പുനരുദ്ധാരണത്തിന് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തും കുടിവെള്ള സൗകര്യത്തിന് മണ്ണാർക്കാട് സൈലന്റ് വാലി ഡിവിഷനും സംയുക്തമായി ഫണ്ട് വകയിരുത്തി
പണി പൂർത്തീകരിച്ചു. പുതുവപ്പാടം നെയ്യപ്പാടത്ത് കുളമ്പ് റോഡ് വാർഡ് മെമ്പറുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കുന്നതിന് സാധിച്ചു. 2 ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ച പ്രസ്തുത പദ്ധതിക്ക് 4 ലക്ഷം രൂപ വകയിരുത്തുന്നതിന് സാധിച്ചു. പുതുവപ്പാടം മേക്കളപ്പാറ മലയോര റോഡ് 21 ലക്ഷം പദ്ധതി അടങ്കൽ തുക വകയിരുത്തി വാർഡ് മെമ്പറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച് പദ്ധതി നടപ്പിലാക്കുവാൻ സാധിച്ചു. കാരക്കാട് ആമക്കുന്ന് ST നഗർ റോഡ് 2.5 ലക്ഷം രൂപ വകയിരുത്തി വാർഡ് മെമ്പറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചുകൊണ്ട് പ്രസ്തുത പദ്ധതിക്ക് ആരംഭം കുറിച്ചു. കണ്ടമംഗലം ചോലേക്കുളമ്പ് റോഡ് 2 ലക്ഷം രൂപ വാർഡ് മെമ്പറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വകയിരുത്തി പദ്ധതി നടപ്പിലാക്കുന്നതിന് സാധിച്ചു. കണ്ടമംഗലം അമ്പലംകുന്ന് റോഡ് 2 ലക്ഷം രൂപ വാർഡ് മെമ്പറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വകയിരുത്തി പദ്ധതി നടപ്പിലാക്കുവാൻ സാധിച്ചു. മേക്കളപ്പാറ തന്നിക്കുഴി റോഡ് 2.5 ലക്ഷം രൂപ വാർഡ് മെമ്പറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചുകൊണ്ട് പദ്ധതി നടപ്പിലാക്കുവാൻ സാധിച്ചു. മേക്കളപ്പാറ ആമക്കുന്ന് റോഡ് 2.5 ലക്ഷം രൂപ വകയിരുത്തി വാർഡ് മെമ്പറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചുകൊണ്ട് പദ്ധതി സഫലമാക്കുവാൻ സാധിച്ചു. തുറുവത്തോട് അരിയൂർത്തോട് റോഡ് 9.5 ലക്ഷം രൂപ വകയിരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ടുകൾ സംയുക്തമായി ലഭ്യമാക്കിക്കൊണ്ട് പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് സാധിച്ചു. പട്ടം തൊടിക്കുന്ന് മദ്രസ റോഡ് 2 ലക്ഷം രൂപ വാർഡ് മെമ്പറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചുകൊണ്ട് പദ്ധതി പ്രവർത്തനം പൂർത്തിയാക്കുവാൻ സാധിച്ചു. പള്ളാട് കുന്തിപ്പാടം റോഡ് 5 ലക്ഷം രൂപ വാർഡ് മെമ്പറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വകയിരുത്തി പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിച്ചു. കണ്ടമംഗലം കോലോത്തൊടി കുളമ്പ് റോഡ് 2.5 ലക്ഷം രൂപ വാർഡ് മെമ്പറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചുകൊണ്ട് പ്രസ്തുത പദ്ധതി പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുവാൻ സാധിച്ചു. കണ്ടമംഗലം മന റോഡ് 2 ലക്ഷം രൂപ വാർഡ് മെമ്പറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വകയിരുത്തിക്കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നതിന് സാധിച്ചു. അമ്പലംകുന്ന് 18 ആമക്കുന്ന് റോഡ് 2 ലക്ഷം രൂപ വാർഡ് മെമ്പറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വകയിരുത്തിക്കൊണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന് സാധിച്ചു. പുതുവപ്പാടം ST നഗറിലെ കുട്ടികളുടെ സർഗാത്മകത വളർത്തുന്നതിനും അതുവഴി വരുമാനം കണ്ടെത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ട് 24 കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിന് വാദ്യോപകരണങ്ങൾ TSP ഫണ്ട് ഉപയോഗിച്ച് ലഭ്യമാക്കുന്നതിന് സാധിച്ചു. വാർഡിലെ 17 ട്രൈബൽ കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ സ്വപ്ന ഭവനങ്ങളുടെ താക്കോൽ കൈമാറുവാൻ സാധിച്ചു. TSP ഫണ്ട് ഉപയോഗിച്ച് 21 കുടുംബങ്ങളുടെ ഭവന പുനരുദ്ധാരണ പ്രവർത്തനം കാരക്കാട്, മേക്കളപ്പാറ, പുതുവപ്പാടം ST നഗറുകളിലായി 21 ഭവനങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ഞങ്ങൾ മേക്കളപ്പാറ കോളനി ശാന്തതയാണ്. കഴിഞ്ഞ വർഷം ചോർന്നൊലിക്കുന്ന വീടായിരുന്നു ഞങ്ങൾക്ക്. വാർഡ് മെമ്പർ ഇങ്ങനെ ഞങ്ങൾക്ക് പുതിയ വീടൊക്കെ വെച്ച് തന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നുമില്ലാതെ ഇരുന്ന ഒരു വീടായിരുന്നു. അപ്പോൾ അതിന് ചോർന്നൊലിക്കാത്ത ഒരു വീട് നല്ലതായിട്ട് കിട്ടി ഞങ്ങൾക്ക്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു വീട് കിട്ടി. വാർഡ് മെമ്പറിന് നന്ദി പറയാണ്. പിന്നെന്താ പറയുക, ഇത്ര വർഷമായിട്ട് ഞങ്ങൾ വീടില്ലാതെ ഇരുന്നതായിരുന്നു. ഇപ്പോൾ നല്ലൊരു വീട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കാട്ടി ഒരു സന്തോഷം. അതുപോലെ നിജയ്ക്കും ഞങ്ങൾ ഡാൻസ് പറയാണ്, നല്ലൊരു വീട് ഞങ്ങൾക്ക് കിട്ടിയതിന്. നമ്മളെ നിജോ വർഗീസ് 5 കൊല്ലം കൊണ്ട് ഞമ്മക്ക് എല്ലാ പ്രവർത്തനം നടത്തി തന്നാണ്. ഞങ്ങൾക്ക് ഉണ്ടാകാത്ത വീടും ഇടിഞ്ഞു പൊടിഞ്ഞു പോയ വീടുകൾ, പുതിയ പുതിയ വീടുകളൊക്കെ ഞങ്ങൾക്ക് ശരിയാക്കി തന്നു. അറ്റകുറ്റപ്പണികൾ, റോഡ്, അങ്ങനെ തന്നെ എല്ലാ സംവിധാനം ഞങ്ങൾക്ക് ചെയ്തു തന്നു. ആടായിട്ടും കോഴിയായിട്ടും പശുവായിട്ടും എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഞങ്ങൾ എല്ലാ കാര്യത്തിനും വിളിച്ചാലും മെമ്പർ ഇല്ലയെന്ന് പറഞ്ഞില്ല. എല്ലാ കാര്യത്തിനും ഓടിയെത്തണതാണ് ഞങ്ങളെ മെമ്പർ. ടാങ്കി, വെള്ള ടാങ്കി, അതുപോലെ വീടാന്തര പൈപ്പുകൾ, എല്ലാ സൗകര്യവും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. 18 വീടുകൾ പുതുവപ്പാടം, കാരക്കാടും മേക്കളയും 18 വീട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിക്കുന്നു, ശരിയാക്കി തന്നിക്കുന്നു. ഇനിയും വീടുകൾ പുതിയതായിട്ട് വരുന്നുണ്ട്. പുതിയതായിട്ട് ഇനിയും ഞങ്ങൾക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാനായിട്ടുള്ള സംവിധാനം അതും ശരിയാക്കി തന്നിക്കുന്നു നമ്മളെ നിജോ വർഗീസ്. എൻ്റെ പേര് ചന്ദന. അതിൻ്റെ നമ്പർ ജയിച്ചുകൊണ്ട് നമുക്ക് എല്ലാ അനുകൂല്യം കിട്ടിയിരുന്നു. ആടായിട്ടും കോഴിയായിട്ടും പിന്നെ വീടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു.
അത് അതേമാതിരിക്ക് വീട് കയറ്റി തന്നു. പിന്നെ അതേമാതിരിക്ക് പൈക്കൾ, ആട്, പിന്നെ അതേമാതിരിക്ക് MLA കണ്ട് പിന്നെ റോഡൊക്കെ പണിയെടുത്തിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് നടക്കാൻ നല്ല വണ്ടിയോട്ട് നടക്കാൻ നല്ല സൗകര്യമായി. പിന്നെ വെള്ളം അതേമാതിരിക്ക് വെള്ളം കിണറൊക്കെ ഭയങ്കര നാശമായിരുന്നു. അപ്പോൾ കിണർ റിങ്ങൊക്കെ ഇറക്കി. പിന്നെ അപ്പോൾ എല്ലാതും ഞങ്ങൾക്ക് ടാങ്കാണെങ്കിൽ ടാങ്കും ചെയ്ത് നോക്കണം. പിന്നെ ടാങ്കിനിട്ട് തറ കെട്ടിയാൽ ഒരു 10-2000 കൊണ്ടുകൊണ്ട് ടാങ്കും ഈ നമ്പർ ജയിച്ചിട്ട് ഞങ്ങൾക്കെല്ലാം മൂപ്പരെ കൊണ്ട് എല്ലാം എല്ലാം കിട്ടി. അത് അത്രത്തോളം ഞങ്ങൾക്ക് ആ റോഡായിട്ടും പിന്നെ വീട് തന്നെ ആകെ നശിപ്പിച്ച് വീട്. അത് നമ്പർ ജയിച്ചുകൊണ്ട് വീടും കിട്ടി. നല്ല അടിപൊളിയായിട്ട് ജയിക്കാനും പറ്റും. ഞങ്ങൾക്ക് നല്ലപോലെ ഞങ്ങളുടെ വീടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ് ആകെ വേറായിട്ട് ഞങ്ങൾ ഇതൊന്നും വാതിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വീടും പണിഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ ആടാളെ കിട്ടി, കോഴി കിട്ടി, പിന്നെ പശുക്കിടാവിനെ കിട്ടി. അതൊക്കെ ഞങ്ങൾക്ക് നല്ല സൗകര്യം ഒരുക്കി തന്നു. പിന്നെ ഞങ്ങളുടെ പിള്ളേർക്ക് നല്ലൊരു വരുമാനം ഇതായിട്ട് താമ്പോലും ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടി. 10-20 കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മേക്കളപ്പാറ ഒരു ടൈം ഈ ഭരണസമിതിയുടേത് അവസാനിക്കാനിരിക്കുമ്പോൾ ഒരു വാർഡിന് കിട്ടേണ്ട വികസനോന്മുഖമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഈ വാർഡിന് കിട്ടിയെന്ന് സത്യസന്ധമായിട്ട് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലും പരിമിതിയിൽ നിന്നുകൊണ്ട്, അതായത് മുൻകാലങ്ങളിലൊക്കെ അതാത് കാലഘട്ടങ്ങളിലെ ജനപ്രതിനിധികൾ തുടങ്ങി വെച്ച അതിൻ്റെ ഒരു തുടർച്ചയ്ക്ക് ഒരു ആക്കം കൂട്ടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഈ 5 വർഷങ്ങളിലും ഉണ്ടായിട്ടുള്ളത് എന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. പ്രത്യേകിച്ച് ഊന്നി പറയേണ്ടത് ഈ വാർഡെന്ന് പറഞ്ഞാൽ കോട്ടപ്പാടം പഞ്ചായത്തിൽ തന്നെ ഭൂവിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതിയുള്ള വാർഡാണ് 22 വാർഡുകളുടെ കൂട്ടത്തിൽ. അതോടുകൂടെ ഇതിൻ്റെ വലിയൊരു ഏരിയ വനഭൂമി പങ്കിടുന്ന ഒരു വാർഡ് കൂടിയാണ്. അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് പിന്നെ 4 ST നഗറുകൾ ഈ വാർഡിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ മറികടക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് ഒട്ടനവധി പ്രവർത്തകർ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മളെ ഈ ഗിരി ഗോത്രവർഗങ്ങളിലെ ഒരുപാട് കുടുംബങ്ങൾക്ക് 20-ൽ ചില്ലാനം കുടുംബങ്ങൾക്ക് നല്ല വാസയോഗ്യമായ കാലത്തിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ ചെയ്ത ഷോവാളുകളൊക്കെ കെട്ടിയ മനോഹരമായ വീടുകൾ, അത് നമുക്ക് ആരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പം അവരെ പരിഗണിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ കാലയളവിലെ ഈ ഭരണസമിതിക്ക് അല്ലെങ്കിൽ ഈ 3-ാം വാർഡിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. അതുപോലെ MLA-യുടേതാണെങ്കിലും MP-യുടേതാണെങ്കിലും ഒരുപാട് ഫണ്ടുകൾ ഈ വാർഡിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാൻ അതിനുള്ള പ്രവർത്തനങ്ങൾ, അതിൽ വാർഡ് മെമ്പറും അതുപോലുള്ള സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അതിൽ രാഷ്ട്രീയ കക്ഷികളൊന്നും നോക്കാതെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എല്ലാവരും അടിക്കുന്ന ഒരുപാട് നിയമക്കുരുക്കുകളൊക്കെ വരുന്ന ഒരു കാര്യമാണ് ഫോറസ്റ്റിൻ്റെ പിന്നെ ഏരിയയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള ഒരു തടസ്സങ്ങൾ. അവിടെയും കൃത്യമായിട്ട് പഠനങ്ങൾ നടത്തുകയും അതിൻ്റെ പ്രതിസന്ധികളെ എന്തൊക്കെയാണെന്ന് പഠിച്ച് അവിടെ ഫണ്ടുകൾ അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തികളും നടത്താനുള്ള ഒരു ഇച്ഛാശക്തി പ്രത്യേകിച്ച് വാർഡ് മെമ്പർ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് കാര്യം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. പൂർത്തീകരിക്കപ്പെടേണ്ട ഒരുപാട് പദ്ധതികൾ തുടക്കം കുറിക്കാൻ പല ഗ്രാമീണ റോഡുകളും മുഴുവനായിട്ട് മറ്റൊരു ഭരണസമിതി പുതുതായിട്ട് ഡിസംബർ മാസത്തിൽ വരികയാണ്. ഏറ്റവും കഴിവും ആർജവുമുള്ള ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തെരഞ്ഞെടുക്കപ്പെടുന്ന അത് ആരായാലും അവർക്ക് ഈ തുടർ പ്രവർത്തനങ്ങൾ, ഈ മെമ്പറെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പല പരിപാടികളും, അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി നമ്മുടെ ഗോത്രവർഗത്തിലെ ആ പിള്ളേരുടെ അവരുടെ യുവാക്കളുടെ അവരേറെ താല്പര്യം കാണിക്കുന്ന ഈ ഒരു വാദ്യോപകരണങ്ങൾ പഞ്ചായത്തിൽ മറ്റാരും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അവർക്ക് വാദ്യോപകരണങ്ങളുടെ ഒരു സെറ്റ് നൽകുകയും ഒരു ട്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്കൊരു തൊഴിൽ ഒരു വരുമാനമാകുന്ന രൂപത്തിൽ
ആ പരിപാടി ജനപ്രതിനിധികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അടുത്ത സമയത്താണ് അതിൻ്റെ ഒരു ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടു. പൊതുജനങ്ങളുടെയൊക്കെ വലിയ പങ്കാളിത്തത്തോടു കൂടി ഇങ്ങനെയുള്ള തനത് പ്രവർത്തനങ്ങൾ മറ്റ് മെമ്പർമാർ, അത് ഭരണസമിതിയിലെ ഭരണകക്ഷികളാണെങ്കിലും പ്രതിപക്ഷ മെമ്പർമാരാണെങ്കിലും നിങ്ങളുടെ മെമ്പർ ഇതിലൊക്കെ കൃത്യമായ ഒരു ആശയം കിട്ടിയാൽ അതിനെക്കുറിച്ച് പഠിക്കുകയും അത് ലക്ഷ്യത്തിലെത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തനാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് നേടുന്ന തലത്തിലേക്ക് ആണ് കഴിഞ്ഞ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് വരുന്ന ആരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർക്കും ഈ തുടർ പ്രവർത്തനങ്ങൾ അതിവേഗം അതിന് വേഗത കൂട്ടാൻ കഴിയട്ടെ എന്ന് അഡ്വാൻസ് ആയിട്ട് ആശംസിക്കുകയാണ്. പുതുവപ്പാടം മേക്കളപ്പാറ ST നഗർ കുടിവെള്ള പദ്ധതി 5.5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ST നഗറിൽ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുവാൻ സാധിച്ചു. വിസ്തൃതിയിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ വാർഡായ മേക്കളപ്പാറ വാർഡിൽ 5 വർഷം കൊണ്ട് 325 ഇലക്ട്രിക് സ്ട്രീറ്റ് ലൈറ്റുകൾ വാർഡിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും സ്ഥാപിച്ചുകൊണ്ട് നിലാവ് പരത്തുവാൻ പദ്ധതി പൂർത്തീകരിച്ചതോടെ സാധ്യമായി. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിലായി കഴിഞ്ഞ 5 വർഷ കാലയളവിൽ വാർഡിലെ 3200-ൽ പരം ഗുണഭോക്താക്കൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്നതിന് സാധിച്ചു. മേക്കളപ്പാറ പുതുവപ്പാടം മലയോര റോഡിന്റെ സാങ്കേതിക തടസ്സമായി നിന്നിരുന്ന വനത്തിലൂടെയുള്ള പാതയുടെ NOC വാർഡ് മെമ്പറുടെ അക്ഷീണ പരിശ്രമത്തിലൂടെ ലഭ്യമാക്കുന്നതിനും പാതയുടെ പ്രവർത്തനം തുടങ്ങുന്നതിനും സാധിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കൃത്യം 5 വർഷങ്ങൾക്ക് മുൻപാണ് നിങ്ങൾ എന്നിൽ വിശ്വാസമർപ്പിച്ച ഒരു ജനപ്രതിനിധിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. 3-ാം വാർഡിലേക്ക് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ എന്നാൽ കഴിയുന്ന വിധം പരിശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ മറ്റു വാർഡുകളെ അപേക്ഷിച്ച് ട്രൈബൽ മേഖല ഏറ്റവും കൂടുതലുള്ള ഒരു വാർഡാണ് മേക്കളപ്പാറ 3-ാം വാർഡ്. സംസ്ഥാന സർക്കാർ മുതൽ ഗ്രാമപഞ്ചായത്ത് വരെ ഉള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിസ്തൃതിയിലുള്ള വാർഡാണ് മേക്കളപ്പാറ വാർഡ്. ഒരു ഭാഗം വനം പ്രദേശവും അതിൽ ഏറ്റവും വന്യമൃഗശല്യം രൂക്ഷമാകുന്ന ഒരു വാർഡും കൂടിയാണ്. അതിലേക്ക് ഹാങ്ങിങ് ഫെൻസിങ് സംവിധാനം, നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള 300-ലധികം സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മുടെ വാർഡിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞു. MLAയുടെ ഹൈമാസ് ലൈറ്റുകൾ നമുക്ക് 4 വാർഡിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ട്രൈബൽ കോളനികൾ ഉൾപ്പെടെ 6 മിനിമാസ് ലൈറ്റുകൾ പഞ്ചായത്തിൻ്റെ സ്കീമിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് സാധിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വനം വകുപ്പിൻ്റെ തടസ്സത്തിലാണെങ്കിലും അവരുടെ വനത്തിനുള്ളിലൂടെ ഗതാഗത യോഗ്യമാക്കാൻ പറ്റിയ രീതിയിൽ റോഡുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും വികസനങ്ങൾ ഇവിടെ തുടരണം. നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം 90% പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ സന്തോഷവാനാണ് ഞാൻ. മറ്റു ഫണ്ടുകൾ MP, MLA ഉൾപ്പെടെയുള്ള എല്ലാ ഫണ്ടുകളും നമുക്ക് ഇവിടെ എത്തിക്കാൻ സാധിച്ചു. ഏറ്റവും കൂടുതൽ നമ്മുടെ വാർഡിൽ പാർപ്പിടം, വെളിച്ചം, കുടിവെള്ളം എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും 1000 നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു.